ഹലോ ഓൾ, നമുക്കിന്ന് ബയോഫിസിക്കൽ കെമിസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബയോഫിസിക്കൽ കെമിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി തെർമോഡൈനാമിക് ടേംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പി എച്ചും പി കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം തന്നെ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് നോക്കാം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ, സപ്പോസ് നമ്മളിങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണ്, എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി. അപ്പോൾ അതിൽ ABCD ക്യാപിറ്റൽ ലെറ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരെണ്ണം റിയാക്റ്റൻറ്റോ പ്രൊഡക്റ്റുകളോ ഒക്കെയാണ്. അതിൽ സ്മോൾ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ എത്ര മോൾസ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര മോളാണ് അതുള്ളത്, അതിൻ്റെ എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുമ്പോൾ Kc ഈസ് ഈക്വൽ ടു ഈ ഒരു റിയാക്ഷനിൽ എങ്ങനെ എഴുതുന്നു? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്നത്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ്റെ ടോപ്പ് പോർഷനാണ്. ആ ന്യൂമറേറ്ററിൽ എഴുതുന്നത് എന്താണ്? ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് C⁻⁴. ഇവർ എത്ര മോൾ ഉണ്ടെന്നുള്ളത് നമ്മളതിനെ റേസ് ടു ഇട്ട് കൊടുക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് C⁻⁴ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D⁻D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻B. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ടു ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ്. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റും എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ന്യൂമറേറ്ററിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും ഡിനോമിനേറ്ററിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ആണ്. അപ്പോൾ നമ്മൾ ഓരോ കോൺസെൻട്രേഷൻ ടേമിനെയും അതിന് എത്ര മോൾസ് ഉണ്ടെന്നും കൂടി വെച്ചിട്ടാണ് ഇക്വേഷനിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2NO + 2H2 gives N2 + 2H2O. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ അതിലെ പ്രൊഡക്റ്റുകൾ ഏതായിരിക്കും? റൈറ്റ് സൈഡിൽ കാണുന്ന ഇവരാണ് പ്രൊഡക്റ്റുകൾ, N2യും H2Oയും. റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? NOയും H2 എന്ന് പറയുന്നതാണ് റിയാക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ N2ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു H2ൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ അതായത് കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ്ഡ് ടു 2. H2Oൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആയതുകൊണ്ട് അതിനെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ റേസ്ഡ് ടു 2 ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റിൻ നമ്മൾ എഴുതി. ഈ റിയാക്റ്റൻ്റ് ആണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്നത്. NO കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 2. അങ്ങനെയാണ് വരുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് N2 ഇൻറ്റു H2 റേസ് ടു 2 ഡിവൈഡഡ് ബൈ NO റേസ് ടു 2 ഇൻറ്റു H2 റേസ് ടു 2. ഇതാണ് എന്ത്? ഈ ഒരു ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഇക്വേഷനിൽ എങ്ങനെയാണ് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാൻ പറ്റുക? നിങ്ങളൊന്ന് എഴുതി നോക്കും. ഈ ഒരു ഇക്വേഷൻ്റെ റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് വരിക എന്നുള്ളതൊന്ന് എഴുതി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്താണെന്ന് പഠിച്ചു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ ബേസിസിൽ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പഠിക്കണം. നമുക്കറിയാം വാട്ട് ഈസ് ഗിബ്സ് ഫ്രീ എനർജി, അതുപോലെ തന്നെ വാട്ട് ഈസ് ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചിനെയാണ് നമ്മൾ ΔG0 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ ബേസിസിലാണ് ഒരു ഇക്വേഷനെ നമ്മൾ അല്ലെങ്കിൽ ഒരു റിയാക്ഷനെ നമുക്ക് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ ഇക്വിലിബ്രിയത്തിലാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ΔG0യും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷനാണ് ΔG0 ഈസ് ഈക്വൽ ടു -RT ln K. -RT ln K. ΔG0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T ടെമ്പറേച്ചർ ആണ്. K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. LN എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ലോഗരിതം. അങ്ങനെയാണ് നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാൻ പറ്റുക. ഇത് വെച്ച് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വെച്ച് നമുക്ക് റിയാക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു? റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു ദ റിയാക്റ്റൻ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc അല്ലെങ്കിൽ K എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അവരെങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ഒരു റിയാക്ഷൻ
നടക്കുന്നു. ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കൂടുതലാണ്, അതായത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കെയുടെ വാല്യൂ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അവിടെ മോർ പ്രൊഡക്റ്റ് ദാൻ റിയാക്റ്റൻ്റ് ആണ്, റിയാക്റ്റൻറ്റിനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ കെയുടെ ഇക്വേഷനിൽ എന്താ പറഞ്ഞത്? പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ 1നേക്കാൾ കൂടുതൽ കെയുടെ വാല്യൂ കൂടി വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? പ്രൊഡക്റ്റ് അവരുടെ ഡിനോമിനേറ്റർ അല്ല ന്യൂമറേറ്ററിൽ എന്ത് വേണം? ന്യൂമറേറ്റർ കൂടിയാലാണ് ഒരു വാല്യൂ കൂടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കൂടുമ്പോഴാണ് കെ സിയുടെ വാല്യൂ കൂടി നിൽക്കുക. റിയാക്റ്റൻ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? റിയാക്റ്റൻ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കൂടും തോറും മൊത്തം വാല്യൂ കുറയും. അപ്പോൾ കെ സിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അതിനർത്ഥം കെയുടെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്, കെയുടെ വാല്യൂ വലുതാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ന്യൂമറേറ്ററിലുള്ള പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ, മോർ പ്രൊഡക്റ്റ് ദാൻ റിയാക്റ്റൻ്റ്. റിയാക്റ്റൻറ്റിനേക്കാളും എന്താണുള്ളത്? പ്രൊഡക്റ്റാണ് കൂടുതൽ ഉള്ളത്. പ്രൊഡക്റ്റ് ഫേവേർഡ് അറ്റ് ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിൽ പ്രൊഡക്റ്റാണ് ഫേവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കെയുടെ വാല്യൂ ഒന്നിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒന്നിനേക്കാൾ കുറവാണ്, ചെറുതാണ്. കെയുടെ വാല്യൂ ചെറുതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് വാല്യൂ ആയിരിക്കും അവിടെ കൂടുതലുണ്ടാവുക? കെയുടെ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് അവിടെ കൂടുതലുണ്ടാവുക. അപ്പോൾ മോർ റിയാക്റ്റൻ്റ് ആണ് കെയുടെ വാല്യൂ ഒന്നിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും സ്പോണ്ടേനിറ്റിയും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ഒന്നിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വാല്യൂ മൊത്തത്തിൽ വലുതാണ്, ന്യൂമറേറ്റർ വലുതാണ്, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. എന്നാൽ കെയുടെ കോൺസെൻട്രേഷൻ ഒന്നിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം കെയിലെ ഡിനോമിനേറ്റർ ആണ് വലുത്. ഡിനോമിനേറ്ററിൽ വരുന്നത് ഏതാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ റിയാക്റ്റൻ്റ് കൂടുതലാണ് പ്രൊഡക്റ്റിനേക്കാളും. അതാണ് ഇവർ തമ്മിലുള്ളൊരു കെയും എങ്ങനെയാണ് ഡയറക്ഷൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്. കെ ലെസ് ദാൻ 1 ആകുമ്പോൾ റിയാക്റ്റൻസ് ആർ ഫേവേർഡ് അറ്റ് ഇക്വിലിബ്രിയം. ഇനി നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഡെൽറ്റ G0യും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഡെൽറ്റ G0 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. അത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അത് വെച്ച് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, ഡെൽറ്റ G0 നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ഡെൽറ്റ G0 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ഡെൽറ്റ G0 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റർപ്രിട്ടേഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഒന്നുകൂടിയും പറയാമെന്നുണ്ടെങ്കിൽ കെ എന്ന് പറയുന്നത് കൂടി നിൽക്കുന്നു. കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ന്യൂമറേറ്റർ വലുതാണ്, അതിനർത്ഥം പ്രൊഡക്റ്റ് കൂടുതലാണ്. പ്രൊഡക്റ്റ് കൂടുതലാവുന്നു, കെ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആവുന്നു, അതായത് ഗ്രേറ്റർ ദാൻ 1 ആവുന്നു. അതിനർത്ഥം ഡെൽറ്റ G0 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നാണ്. കാരണം ഡെൽറ്റ G0 എന്ന് പറയുന്നത് -RT/ln K ആണ്. അപ്പോൾ കെയുടെ വാല്യൂ പോസിറ്റീവ് ആവുമ്പോൾ ഡെൽറ്റ G0 എന്താവുന്നു? നെഗറ്റീവ് ആവുന്നു, സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവുന്നു. കാരണം എപ്പോഴാണ് പ്രൊഡക്റ്റ് കൂടുതലുണ്ടാവുന്നത്? സ്പോണ്ടേനിയസ് ആയിട്ട് സ്പീഡിൽ പരിപാടി നടക്കുമ്പോൾ, റിയാക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റുകൾ കൂടുതൽ ഉണ്ടാവുക. പ്രൊഡക്റ്റ് കൂടി നിൽക്കുന്ന ഒരു ചാൻസസ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷനിലായിരിക്കും. ഇനി കെ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര സ്പോണ്ടേനിയസ് ആയിട്ടല്ല നടക്കുന്നത്, റിയാക്റ്റൻ്റ് ആണ് അവിടെ കൂടുതലുള്ളത്, പ്രൊഡക്റ്റ് അവിടെ കുറവാണ്. നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണത്. ഡെൽറ്റ G0 അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കെ നെഗറ്റീവും ഡെൽറ്റ G0 പോസിറ്റീവും നോൺ സ്പോണ്ടേനിയസും ആയിരിക്കും. കെ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? കെ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആയിരിക്കും. ln K എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഡെൽറ്റ G0 0 ആയിരിക്കും. സോ അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ലാർജ് പോസിറ്റീവ് ഡെൽറ്റ G0 എന്ന് പറയുന്നത് സ്മോൾ കെ വാല്യൂവിനെയാണ് കാണിക്കുന്നത്. അതായത് ഡെൽറ്റ G0യുടെ വാല്യൂ പോസിറ്റീവ് ആവും തോറും കെയുടെ വാല്യൂ എന്താണ്? ചെറുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആവുന്നില്ല. എന്നാൽ ഡെൽറ്റ G0 നെഗറ്റീവ് ആവുമ്പോൾ, ലാർജ് നെഗറ്റീവ് ആവുമ്പോൾ കെയുടെ വാല്യൂ അവിടെ കൂടി നിൽക്കുന്നു, ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് നിൽക്കുന്നു. സോ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ G0 0 അല്ലെങ്കിൽ കെ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് സിസ്റ്റം നിൽക്കുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാനുള്ളത്.
ഇത്രയാണ് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കെ എങ്ങനെയാണ് ഡെൽറ്റ ജി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, കെയുടെ വാല്യൂ കൂടി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, കുറഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡെൽറ്റ ജി സീറോ നെഗറ്റീവും പോസിറ്റീവും സീറോ ആയിരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, അവർ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കെ എ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് കെ സി അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. കെ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ദറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ഓഫ് എൻ ആസിഡ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള ആസിഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് മറ്റേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി ഈസ് ഈക്വൽ ടു റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു, റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ആയിരുന്നു. ഇവിടെയും ചെയ്യുന്നത് അത് തന്നെ, പക്ഷേ ആസിഡിൻ്റെ കേസസിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഡിസോസിയേറ്റഡ് അയൺ ടു ദ അൺഡിസോസിയേറ്റഡ് ആസിഡ്. നമുക്ക് ഇക്വേഷൻ വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. എച്ച് എ ഗീവ്സ് എച്ച് പ്ലസ് പ്ലസ് എ മൈനസ്. എച്ച് എ എന്ന് പറയുന്നത് ഒരു ആസിഡാണ്, അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആസിഡ്. അതായത് ആസിഡ് എങ്ങനെയാണോ അതിൻ്റെ അതേ സ്റ്റേറ്റിൽ നിൽക്കുന്നു, ഡിസോസിയേഷൻ നടന്നിട്ടില്ല. എച്ച് എ എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആയിട്ടാണ്, അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആസിഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് CH3COOH എന്ന് പറയുന്നത് ആ ഒരു എച്ച് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെ പാർട്ടാണ്. ആ ആസിഡിന് ഡിസോസിയേഷൻ നടന്ന് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടന്നിട്ടാണ് എച്ച് പ്ലസും എ മൈനസും ആയിട്ട് മാറുന്നത്. ഇവിടെ ഈ റിയാക്ഷനിൽ എച്ച് പ്ലസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസ് ആണ്. എ മൈനസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റഡ് ബേസ് ആണ്. കോൺജുഗേറ്റ് ബേസിൻ്റെ കോൺസെൻട്രേഷനെയാണ് എ മൈനസ് കൊണ്ട് കാണിക്കുന്നത്. എന്താണ് ഒരു കോൺജുഗേറ്റഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആസിഡ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഒരു ആസിഡാണെന്ന് വിചാരിക്കുക. അതിന്നൊരു എച്ച് പ്ലസ് റിമൂവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫോം ചെയ്യുന്നത് എന്തോ അതിന് നമുക്കതിൻ്റെ കോൺജുഗേറ്റഡ് ബേസ് എന്ന് വിളിക്കാം. കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റഡ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. കോൺജുഗേറ്റഡ് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡിൽ നിന്ന് ഒരു എച്ച് പ്ലസ് റിമൂവ് ആയിക്കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നതാണ് കോൺജുഗേറ്റഡ് ബേസ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റഡ് ബേസിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്, ഒരു ആസിഡിൽ നിന്ന് എച്ച് പ്ലസ് റിമൂവ് ആയിക്കഴിഞ്ഞാൽ കോൺജുഗേറ്റഡ് ബേസ് ആവുന്നു. ഒരു ബേസ്, സാധാ ഒരു ബേസിൽ നിന്ന് ഒരു എച്ച് പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റഡ് ആസിഡ് ആവുന്നു. അപ്പോൾ ഈ കണ്ടീഷനിൽ എന്താ സംഭവിച്ചത്, എച്ച് എ എന്ന് പറയുന്നത് ഒരു ആസിഡാണ്, അതിൽ നിന്നൊരു എച്ച് പ്ലസ് റിമൂവ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എ മൈനസ് എന്ന് പറയുന്നത് എന്താണ്, കോൺജുഗേറ്റഡ് ബേസ് ആണ്. അപ്പോൾ എ മൈനസ് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ബേസിൻ്റെ കോൺസെൻട്രേഷനാണ്. എ മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് പറയുന്നത് എച്ച് എ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് അൺഡിസോസിയേറ്റഡ് വീക്ക് ആസിഡ് ബ്രേക്ക് ഡൗൺ അല്ലാതെ നിൽക്കുന്നതാണ് എച്ച് എ എന്ന് പറയുന്നത്. അപ്പോൾ കെ എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ തന്നെയാണ്. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം, റേഷ്യോ ബിറ്റ്വീൻ കോൺജുഗേറ്റഡ് ബേസും അതുപോലെ തന്നെ എച്ച് പ്ലസും അതുപോലെ അവരുടെ അൺഡിസോസിയേറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോസിയേറ്റഡ് അയോൺ ടു ദ അൺഡിസോസിയേറ്റഡ് ആസിഡ്. അതാണ് എന്താ കെ എ എന്ന് പറയുന്നത്. കെ എ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ എന്ന് പറയുന്നതാണ് കെ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെ എയുടെ കോൺസെൻട്രേഷൻ, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, concentration of H plus into concentration of conjugated base divided by concentration of undissociated weak acid. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ എയുടെ വാല്യൂ കിട്ടുന്നത്. ഈ കെ എ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പി കെ എ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് പി കെ എ എന്താണെന്നുള്ളത്. അമിനോ ആസിഡ്സ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. പി കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി കെ എ വാല്യൂ. ഒരു കെ എ വാല്യൂ ഉണ്ടായിരിക്കും. കെ എ വാല്യൂ എന്ന് പറഞ്ഞാൽ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, ഇതിന് നെഗറ്റീവ് ലോഗരിതമാണ് പി കെ എ എന്ന് പറയുന്നത്. പി എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പി കെ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ലോഗരിതം ഓഫ് കെ എ, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ്. അതുപോലെ തന്നെ പി കെ എന്ന് പറയുന്നത് പി എച്ച് അറ്റ് വിച്ച്
50% ഓഫ് ഡിസോസിയേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഒരു ആസിഡിൻ്റെ ഡിസോസിയേഷൻ 50% നടക്കുന്ന ആ ഒരു സമയത്ത് പി എച്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? pKa എന്ന് വിളിക്കാം. അപ്പോൾ pKയുടെ ബേസിസിൽ നമുക്കൊരു ആസിഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ലോവർ pKa വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അതെന്ന് അർത്ഥമാക്കുന്നത് എന്താ? അതായത് ഒരു പി എച്ച് എത്തുമ്പോഴാണ് ആസിഡ് ഇപ്പോൾ CH3COOH ഡിവൈഡ് ചെയ്തു, ഒരു അസറ്റിക് ആസിഡ് ഡിവൈഡ് ചെയ്ത് CO മൈനസും CH3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഡിസോസിയേഷൻ സംഭവിക്കുന്നു. പെട്ടെന്ന് ഡിസോസിയേഷൻ നടക്കുന്ന ആസിഡ്സ് ആണ് സ്ട്രോങ് ആസിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചെറിയൊരു പി എച്ചിലെ ആസിഡിൻ്റെ ഡിസോസിയേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും. ലോവർ pKa വാല്യൂ ഇൻഡിക്കേറ്റ് അപ്പോൾ എന്താണ്? സ്ട്രോങ് ആസിഡ്സ്. ചെറിയ പി എച്ചിൽ 50%ഉം അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. ഹയർ pKa വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് വീക്കർ ആസിഡ്. pKa വാല്യൂ എന്ന് പറയുന്നത് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ പി എച്ചിൽ മാത്രമാണ് 50% ഓഫ് ആസിഡ് എന്ത് ചെയ്യുന്നുള്ളൂ? ഡിസോസിയേഷൻ നടക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഹയർ pKa വാല്യൂ വീക്കർ ആസിഡിനെയാണ് കാണിക്കുന്നത്. അത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? pKയുടെ റിലേഷൻഷിപ്പ് പറയുന്നത്. പി എച്ച് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? പി എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം. പി എച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോർ അസിഡിക് ആയിരിക്കും. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് H+ അയൺസ് ഉണ്ട്. പി എച്ച് കൂടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിരിക്കും. ലോവർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസേ നമുക്ക് പി എച്ച് ഹയർ പി എച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് H+ൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്. നെഗറ്റീവ് വാല്യൂ ആണ് അവിടെ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka, അതുപോലെ തന്നെ pKa വാല്യൂ, pH, ഈ 3 ടേംസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ടാണ് ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരിക എന്നുള്ളത്, pH നമുക്ക് മനസ്സിലായി, pKa എന്താണെന്ന് മനസ്സിലായി. pKയും pHും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pH ഈസ് ഈക്വൽ ടു pK എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൽ എന്താണ്? 50% ഓഫ് ആസിഡ് ഡിസോസിയേറ്റഡ് ആയിരിക്കും. When pH is equal to pKa, concentration of acid and its conjugated base are equal. ആസിഡിൻ്റെ കോൺസെൻട്രേഷനും അവരുടെ കോൺജുഗേറ്റഡ് ബേസിൻ്റെ കോൺസെൻട്രേഷനും അവിടെ ഈക്വൽ ആയിരിക്കും. 50% ഓഫ് ആസിഡ് ഡിസോസിയേറ്റഡ് ഫോമിലായിരിക്കും നിൽക്കുന്നത്. പി എച്ച് എന്ന് പറയുന്നത് pKനേക്കാളും കുറവാണെങ്കിൽ, അതായത് pK എന്ന് പറഞ്ഞാൽ എന്താണ്? pH അറ്റ് വിച്ച് 50% ഓഫ് ആസിഡ്സ് ആർ ഡിസോസിയേറ്റഡ്. അപ്പോൾ പി എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് pKനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ pKa എത്താനായിട്ടുള്ള പി എച്ച് അവിടെ ഇല്ല. അതിനർത്ഥം എന്താണ്? ആസിഡ് അപ്പോൾ ഡിസോസിയേഷൻ നടക്കില്ല. pKയിലാണ് 50% ഡിസോസിയേഷൻ നടക്കുന്നത്. pKനേക്കാളും കുറഞ്ഞ പി എച്ച് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആസിഡ് നിൽക്കുന്നത് എങ്ങനെയാണ്? അൺഡിസോസിയേറ്റഡ് സ്റ്റേറ്റിലാണെന്നുള്ളതാണ്. എന്നാൽ പി എച്ച് എന്ന് പറയുന്നത് pKനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? പി എച്ച് കൂടുതലാണ്. pKa ആവാനായിട്ട് ഉള്ളത്ര പി എച്ച് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആസിഡ് എന്താണ്? ഡിസോസിയേറ്റഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതാണ് പി എച്ചും pKയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് പറയുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഹെൻഡർസൺ ഹെസൽബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ എഴുതുന്നത്. pH is equal to pKa plus log concentration of A- divided by HA. ഇതാണ് ഹെൻഡർസൺ ഹെസൽബാച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ പറയുന്നത് pH of buffer depend upon pKa of the acid and ratio of conjugated base to the undissociated acid. pH is equal to pKa plus log, ഇത് കോൺജുഗേറ്റഡ് ബേസിൻ്റെ കോൺസെൻട്രേഷനും ഇതെന്താണ്? അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആസിഡിൻ്റെ കോൺസെൻട്രേഷനും. അപ്പം ഇങ്ങനെയാണ് ഹെൻഡർസൺ ഹെസൽബാച്ച് ഇക്വേഷൻ പി എച്ചും pKയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനനുസരിച്ച് ഡെവലപ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിൽ ലോവർ pKa വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്? pKa വാല്യൂ കുറവാണ്. പി എച്ചിനേക്കാളും pKa വാല്യൂ, പി എച്ച് എന്ന് പറയുന്ന വാല്യൂ pKനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ പി എച്ച് എന്ന് പറയുന്നത് pKയേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്ന് പഠിച്ചു. pKa വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ട്രോങ്ങർ ആസിഡ് ആണെന്നാണ്. ഹയർ pKa വാല്യൂ എന്നർത്ഥം വീക്കർ ആസിഡ് ആണെന്നുള്ളതാണ്. പി എച്ചും pKയും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. പി എച്ച് pKനേക്കാൾ കൂടുതലായി എന്ത് സംഭവിക്കും? ഈക്വൽ ആവുമ്പോഴാണ് 50% ഡിസോസിയേഷൻ നടക്കുന്നത്. പി എച്ച് pKനേക്കാൾ കൂടുതലാവുമ്പോഴാണ്
ഡിസോസിയേറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. pH pKയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അൺഡിസോസിയേറ്റഡ് സ്റ്റേറ്റിലേക്കായിരിക്കും നിൽക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ പറയുന്നു. ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ആദ്യം തന്നെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, ഒരു വീക്ക് ആസിഡ് എടുക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ സൊല്യൂഷനിൽ വാട്ടറിലുള്ള ഒരു വീക്ക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ എടുക്കുമ്പോൾ HA എന്ന് പറയുന്നത് വീക്ക് ആസിഡാണ്, അൺഡിസോസിയേറ്റഡ് ഫോമിലാണ്. ഗീവ്സ് H++A-. H+ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ അയോൺസ് ആണ്. A- എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ബേസ് ആണ്. ഓരോന്നും ടേംസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണം ഹെൻഡേഴ്സൺ ഹെസൻബാച്ച് ഇക്വേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ. ഹെൻഡേഴ്സൺ ഹെസൻബാച്ച് ഇക്വേഷൻ എന്താണ്? pH = pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡഡ് ബൈ HA. അതിൽ A- കോൺജുഗേറ്റഡ് ബേസ് ആണ്. HA എന്ന് പറയുന്നത് അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആസിഡാണ്. pH എന്താണ്? pH ആണ് അസിഡിറ്റിയും ബേസിസിറ്റിയും മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. ലോവർ pH ആണെന്നുണ്ടെങ്കിൽ അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും, ഹയർ pH ആണെന്നുണ്ടെങ്കിൽ ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. pKa നെഗറ്റീവ് ലോഗരിതം ഓഫ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. നെഗറ്റീവ് ലോഗരിതം ഓഫ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് Ka-യുടെ നെഗറ്റീവ് ലോഗരിതമാണ്. അവരാണ് ആസിഡിൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് pKയുടെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിലാണ് സ്ട്രോങ്ങർ ആസിഡ്, pKയുടെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ വീക്ക് ആസിഡ് ആയിരിക്കും. ആ pK വാല്യൂ ആണ് pH അറ്റ് വിച്ച് ആസിഡ് ഈസ് 50% ഡിസോസിയേറ്റഡ്. ആസിഡിൻ്റെ ഡിസോസിയേഷൻ 50%, പകുതി കഴിയുന്നത് pKയിലായിരിക്കും. നമ്മൾ ഓൾറെഡി അമിനോ ആസിഡ്സിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. A- എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ബേസ് ആണ്. HA എന്ന് പറയുന്നത് അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള വീക്ക് ആസിഡ്സ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ്സ് ഇൻ സൊല്യൂഷൻ ആണ് HA എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. pH = pK പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡഡ് ബൈ HA. ഇനി നമ്മൾ ഈ ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കണം. ഒരു ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ വെച്ച് pH കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. pH = എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. pH കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് pKa. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് നെഗറ്റീവ് ലോഗരിതം എടുത്ത് pKa വാല്യൂ കിട്ടി. അതുപോലെ തന്നെ ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A- HA ചെയ്യുമ്പോൾ നമുക്ക് pH കണ്ടുപിടിക്കാനാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അതുമായി ബന്ധപ്പെട്ട് pH ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൂടുതലുള്ളത് ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷന്. ആദ്യത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത് ബഫർ സൊല്യൂഷൻ ആൻഡ് pH കൺട്രോൾ. എന്താണ് ഒരു ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ബഫർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള pH ചേഞ്ചുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചെറിയ pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്, റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് ബഫർ എന്ന് വിളിക്കുന്നത്. ബഫർ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വെൻ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസസ് ആർ ആഡഡ്. ബഫർ സൊല്യൂഷനെ പറ്റിയിട്ടുള്ള ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ബഫർ സൊല്യൂഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കാനായിട്ട് പറ്റും. ബഫർ സൊല്യൂഷനിലേക്ക് നമ്മൾ ആസിഡ് ഒഴിച്ചാലും ബേസ് ഒഴിച്ചാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്മോൾ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ pH റെസിസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ബ്ലഡ് നമുക്കൊരു ബയോളജിക്കലായിട്ടുള്ളൊരു pH ഉണ്ട് ബ്ലഡിൽ. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും ചില മെഡിസിൻസ് ആണെങ്കിലും നമ്മുടെ pHൽ വ്യത്യാസം വരുത്തും. പക്ഷേ ബ്ലഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ബഫർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വല്ലാതെ ചേഞ്ചുകൾ ബ്ലഡിനെ ബാധിക്കില്ല. അതായത് ബ്ലഡിന് അത് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ബഫർ സൊല്യൂഷൻസും pH കൺട്രോളിനെ പറ്റിയിട്ടും പഠിക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. calculation of pH of buffer system given the concentration of acid and conjugated base, helping predicting how a buffer will behave in different solution. അപ്പോൾ ഒരു സൊല്യൂഷനിൽ ബഫർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, വേറെ സൊല്യൂഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോൺജുഗേറ്റഡ് ബേസിൻ്റെ കോൺസെൻട്രേഷനും വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനൊക്കെ വെച്ചുകൊണ്ട് pH ഏതാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ടുള്ള റെലവൻസ് ആണ്. അതായത് നമുക്കറിയാം കുറേ എൻസൈമുകളൊക്കെ എങ്ങനെയാണ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു pHലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. എൻസൈം കറ്റാലിസിസിന് ഒരു പെർട്ടിക്കുലർ pH അല്ലെങ്കിൽ ഒപ്റ്റിമം pH വേണ്ടി വരും. ആ pHനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബഫർ നമ്മുടെ pH എങ്ങനെയാണെന്ന് പഠിക്കാനായിട്ട് ഹെൻഡേഴ്സൺ ഹെസൻബാച്ച് ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ പ്രോസസ്സുകളെ പറ്റി പഠിക്കാനായിട്ട്, അതുപോലെ തന്നെ pH സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. ഹെൻഡേഴ്സൺ ഹെസൻബാച്ച് ഇക്വേഷൻ ഹെൽപ്പ് ടു ഡിസൈൻ സിസ്റ്റം ദറ്റ് മെയിൻറ്റെയിൻ നെസസറി pH ഫോർ ഒപ്റ്റിമൽ ബയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ അതായത് നമ്മുടെ ഒരു 7.4 ആണ് നമ്മുടെ ഒരു ബ്ലഡിലെ pH എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഹെൻഡേഴ്സൺ ഹെസൻബാച്ച് ഇക്വേഷൻസിൻ്റെ അപ്ലിക്കേഷനാണ് അവിടെ വരുന്നത്. ബ്ലഡ് ഹാസ് ബഫറിംഗ് സിസ്റ്റം ഇൻവോൾവിംഗ് കാർബോണിക് ആസിഡ് ആൻഡ് ബൈകാർബണേറ്റ്
അതുപോലെ തന്നെ വിച്ച് ഇസ് ക്രിട്ടിക്കൽ ടു മെയിൻറ്റെയിൻ ബോഡീസ് pH. ബോഡിയുടെ pH 7.4 മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തരം ആസിഡുകളും കൂടി അത്യാവശ്യമാണ്. ആ ഒരു സിസ്റ്റം മനസ്സിലാക്കാനായിട്ട് ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് ബ്യൂററ്റ് വഴി നമ്മൾ ആസിഡ് ഒഴിച്ചു കൊടുക്കുന്നു. താഴെ ബേസും മുകളിൽ ബ്യൂററ്റിൽ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈട്രേഷൻ ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണ് അതിൻ്റെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് എൻഡ് പോയിൻ്റ് ആയിട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എൻഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടും കറക്റ്റ് ഏത് pHയിലാണ് എൻഡ് പോയിൻ്റ് എത്തിയെന്ന് കണ്ടുപിടിക്കാനും അതിനൊക്കെയാണ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷനിൽ ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈട്രേഷനിൽ ഡിഫറെൻറ്റ് pH ആയിരിക്കും. അത് മനസ്സിലാക്കാനായിട്ട് ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടൈട്രേഷന് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ്സിനും അനാലിസിസിനും നമുക്ക് ആസിഡ് ബേസ്ഡ് ടൈട്രേഷനിൽ ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഡ്രഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമക്കോളജിയാണ്. ഡ്രഗിൻ്റെ ഡെവലപ്മെൻറ്റിന്, അതായത് pH എങ്ങനെയാണ് ഒരു ഡ്രഗ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത്, ഒരു ഫങ്ഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് pH ഹ്യൂമൻ ബോഡി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള pH ആയിരിക്കില്ല ബ്ലഡിലുള്ളത്. സ്റ്റൊമക്കിൽ നമുക്കറിയാം HCl ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ pHയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഡ്രഗും അയനൈസേഷൻ സ്റ്റേറ്റ് എന്താണ് ഡ്രഗിൻ്റെ, അതുപോലെ തന്നെ അവരുടെ അതിൻ്റെ എന്തിൻ്റെ നമ്മൾ എടുക്കുന്ന അതിൻ്റെ സൊല്യൂബിലിറ്റി, അവരുടെ അബ്സോർപ്ഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷനും pH മെഷർമെൻറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തൊരു ഇമ്പോർട്ടൻസ് പറയുന്നതാണ് മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി. അതായത് ബയോകെമിസ്ട്രിയിലും മോളിക്കുലാർ ബയോളജിയിലൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം അമിനോ ആസിഡ് എന്തുണ്ട്, സൈഡ് ചെയിൻസ് ഉണ്ട് അല്ലേ. ഓരോ പർട്ടിക്കുലർ സൈഡ് ചെയിനും ഒരു pHയിൽ സൈഡ് ചെയിൻ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു pHയിൽ സൈഡ് ചെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതായത് ഇപ്പോൾ ഒരു ആസിഡ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ സൈഡ് ചെയിൻ COOH സ്റ്റേറ്റിൽ നിൽക്കുന്നത് ഒരു pHയിലായിരിക്കും. വേറൊരു pH ആകുമ്പോൾ COO- ആയിട്ട് മാറും. ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് pH മെഷർമെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഫോൾഡിങ്ങും ഫങ്ഷനും പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമിനോ ആസിഡിൻ്റെ ചാർജ് സ്റ്റേറ്റിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ആസിഡ് ബേസ് ബാലൻസ് ഇൻ ഫിസിയോളജിയാണ്. അപ്പോൾ അതായത് നമുക്ക് പല അസുഖങ്ങളും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അസിഡിറ്റി കൂടുമ്പോഴാണത്, അസിഡിറ്റിയിലുള്ള ഡിഫറൻസ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജെലസിൽ പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കും. അപ്പോൾ ആസിഡ് ബേസ് ഡിസോർഡറുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, pHയിൽ മാറ്റം വരുത്തുക. ഈ ഡ്രഗ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബോഡിയിലുള്ള pHയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ന്യൂട്രൽ pHയിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആസിഡ് ബേസ് ഡിസോർഡറിനെ പറയുന്ന പേരാണ് അസിഡോസിസും ആൽക്കലോസിസ് എന്ന് പറയുന്നത്. അസിഡിറ്റി കൂടുന്നതും ആൽക്കലൈൻ നേച്ചർ അല്ലെങ്കിൽ ബേസിക് നേച്ചർ കൂടുന്നതുമായിട്ടുള്ള കണ്ടീഷൻ. ആ സമയത്ത് കുറേ അബ്നോർമൽ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അബ്നോർമൽ ചേഞ്ചസ് ഇൻ ആസിഡ് ബേസ് ലെവൽസ് കൺട്രോൾ ചെയ്യാനായിട്ട് ബോഡി ഒരു ബഫർ സിസ്റ്റം പോലെ ആക്ട് ചെയ്യണം. അത് മനസ്സിലാക്കാനായിട്ടും ഏത് pHയിലാണ് ഇത് ചേഞ്ച് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ഇക്വേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻ ശരിക്കും എന്താണ്, pHും pKയും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഇക്വേഷനാണ് ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത്. pH = pKa + log concentration of A- divided by HA, where A- എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റഡ് ബേസും HA എന്ന് പറയുന്നത് അൺഡിസോസിയേറ്റഡ് ആസിഡുമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. pH കണ്ടുപിടിക്കാൻ പറ്റും, pH തന്നിട്ട് pKa വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് കെമിക്കൽ നമുക്ക് ബേസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എത്തുന്നതിന് മുന്നേ വാട്ട് ഈസ് Ka എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് K, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ബേസിസിൽ Δg0 തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. അതിൽ നിന്നാണ് നമ്മൾ എവിടേക്ക് എത്തിയത്, Kaയുടെ ലോഗരിതം എടുക്കുമ്പോൾ നെഗറ്റീവ് ലോഗരിതമായിട്ടുള്ള pKa വാല്യൂ, pH വാല്യൂ, അവർ തമ്മിലുള്ള റിലേഷൻ ഹെൻഡേഴ്സൺ-ഹെസൻബാച്ച് ഇക്വേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബയോഫിസിക്കൽ കെമിസ്ട്രിയുടെ തുടക്കത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. താങ്ക് യു.